ഹായ്. രാവിലെ ലൂക്കായും അപ്പച്ചനും കൂടെ നടക്കാനിറങ്ങിയതാണ്. അപ്പാണ് ഒരു കാര്യം കാണിച്ചു തരാമെന്ന് പറഞ്ഞത്. നമ്മുടെ ഇവിടുന്ന് 200 മീറ്റർ മാറിയിട്ടാണ് ശുഭാനന്ദാശ്രമം സ്ഥിതി ചെയ്യുന്നത്. റാന്നിയിൽ ഉള്ള ഈ ആശ്രമത്തിൽ കൂടുന്നവരെല്ലാം ഇവിടെയാണെന്ന് തോന്നുന്നു വരുന്നത്. നമുക്ക് ഇത് വലിയ കാര്യമായിട്ട് തോന്നിയില്ലെങ്കിലും ഒരുപാട് വേറെ നാട്ടിൽ നിന്നുള്ള ആളുകളൊക്കെ ഇവിടെ പൂജ കാര്യങ്ങൾക്കൊക്കെ വരാറുണ്ട്. ഇവിടെ കൊല്ലത്തിലൊരിക്കൽ ഒരു ഉത്സവം ഒക്കെ നടത്താറുണ്ട്. നമ്മളിപ്പോൾ നടന്ന് അതിനടുത്തെത്താറായി. ആ ഒരു ഓറഞ്ച് പെയിൻറ്റ് കാണുന്നിടം മുതലാണ് ആ ബിൽഡിങ് അല്ലെങ്കിൽ ആ ഒരു ആശ്രമം സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ കോമ്പൗണ്ടിൻ്റെ ഉള്ളിലാണ്. ഇവിടെ കുറച്ച് ചെടിയൊക്കെ അവർ നട്ടു വെച്ചിട്ടുണ്ട്. അവിടുത്തെ ബിലീവേഴ്സ് നല്ല വൃത്തിയായിട്ടാണ് അവിടെ സൂക്ഷിക്കുന്നത്. അവരോരോരോ ആളുകൾ ഗ്രൂപ്പായിട്ട് വന്ന് വീക്ക്ലി ക്ലീൻ ചെയ്യും. നല്ല ഉച്ച സമയമായതുകൊണ്ട് നമുക്കൊന്നും ക്ലിയറായിട്ട് കാണാൻ പറ്റത്തില്ലായിരിക്കും, എന്നാലും ചെറുതായിട്ട് കാണാൻ പറ്റും. ഇതാണ്, അവിടെ കുറേ ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ അവരുടെ കൺസെൻ്റ് ഇല്ലാതെ നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ജസ്റ്റ് ഓടിച്ചൊന്ന് വിട്ട് കാണിക്കാം. പിന്നെ ഇവിടുന്ന് ഇതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ വീട്ടിൽ നിന്ന് ഇങ്ങനെ കാണുമ്പം അധികം ദൂരമൊന്നുമില്ല. നമ്മളിപ്പോൾ ഇനി തിരിച്ചു പോവുകയാണ്. ലൂക്കായ്ക്ക് ഒന്നും മനസ്സിലായില്ല എന്താന്ന്. അവനെ ചുമ്മാ ഒന്ന് കറക്കാനും വേണ്ടിയും കൊണ്ടുവന്നതാണ്. ഇനി നമ്മളിപ്പോൾ നേരെ തിരിച്ചു പോവുകയാണ്. ഇവിടെ ഭയങ്കര മഴ ഒക്കെ ഇന്നലെ പെയ്തതിൻ്റെ ഇലകളൊക്കെ കൊഴിഞ്ഞ് റോഡ് വീണിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. ലൂക്ക എന്തൊക്കെയോ പറയുന്നുണ്ട്. ഞാൻ അവിടുന്ന് ഒരു പൂ പറിച്ചിരുന്നു, അത് ലൂക്കായ്ക്ക് കൊടുത്തു. ലൂക്കയ്ക്ക് മൊത്തത്തിലൊരു സന്തോഷമൊന്നുമില്ല, കാരണം പനിയായിരുന്നു, അതിൻ്റെ ആവാം. ഇനിയിപ്പം നമ്മൾ വീടെത്തി. അപ്പോൾ ഉണ്ട് നമ്മുടെ ഡോഗിനെയും കൊണ്ട് അമ്മ വെളിയിലോട്ട് വരുന്നുണ്ട്. അതാണ്ടിപ്പോൾ അവിടെ നിൽപ്പുണ്ട്. ലൂക്ക മൈൻഡൊന്നും ചെയ്യുന്നില്ല. ലൂക്കയ്ക്ക് പേടിയാണ്. അതിനും തിരിച്ച് കുഞ്ഞിനെ വലിയ താല്പര്യമില്ല, കാരണം അവനാണ് ഇവിടുത്തെ കുഞ്ഞ്. ഞങ്ങൾ വരുമ്പം അവൻ്റെ സ്ഥാനം നഷ്ടപ്പെടുമെന്നുള്ളൊരു വിഷമമാണ് ഈ ഡോഗിനുള്ളത്. ഡോഗിൻ്റെ പേര് ബ്രൂണോ എന്നാണ്. അപ്പം നമ്മൾ തിരിച്ചു വന്ന് വീട്ടിലോട്ട് കയറി. ഓക്കെ, ബൈ.